കോഴിക്കോടിലെ നരിക്കുനി എന്നൊരു കൊച്ചു ഗ്രാമം. ആ ഗ്രാമത്തിലൊരു പെൺകുട്ടിക്ക് ഡാൻസ് കളിക്കാൻ അതിയായ മോഹം. അങ്ങനെ ആ പെൺകുട്ടി അവിടുത്തെ കൊച്ചു കൊച്ചു ക്ലബ്ബുകളെയും പാരലൽ കോളേജിനെയൊക്കെ സമീപിച്ച് ഡാൻസിനായിട്ടൊരു അവസരം തേടി. അങ്ങനെ കിട്ടിയ അവസരങ്ങളിലെല്ലാം ആ പെൺകുട്ടി തന്റെ കഴിവ് തെളിയിച്ച് ഒരു നർത്തകിയായി മാറുകയാണ്. പിന്നീട് ആ പെൺകുട്ടി VHSCക്ക് ശേഷം ഡിഗ്രിയും PGയും MPhilഉം എല്ലാം കഴിഞ്ഞു. അങ്ങനെ പിന്നെ നമ്മൾ ആ പെൺകുട്ടിയെ കാണുന്നത് നാടകവേദികളിലൂടെയും പരമ്പരകളിലൂടെയും പരസ്യചിത്രങ്ങളിലൂടെയാണ്. അതെ, MAT മ്യൂസിയത്തിലെ പാത്തുവായി വന്ന് എല്ലാവരുടെ മനസ്സിൽ ഒരു സ്ഥാനം പിടിച്ച ആ കോഴിക്കോടുകാരി സുരഭിലക്ഷ്മി. ജീവിത പ്രതിസന്ധികളെ ഒരു ചെറു പുഞ്ചിരിയോടുകൂടിയായിരുന്നു സുരഭിലക്ഷ്മി നേരിട്ടത്. ബുദ്ധിമുട്ടുകൾ ഏറെ നിറഞ്ഞതായിരുന്നു അവരുടെ കലാജീവിതം. കലോത്സവ വേദികളിൽ തന്നെ സാമ്പത്തിക സ്ഥിതി കാരണം കഴിവ് തെളിയിക്കാൻ പറ്റാതിരുന്ന ആ സുരഭി ഇന്ന് അതിനെയെല്ലാം മറികടന്ന് മലയാളത്തിലെ മികച്ച അഭിനേത്രിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ബൈ ദ പീപ്പിൾ എന്ന ചിത്രത്തിലൂടെ സിനിമയിലെത്തിയ സുരഭിലക്ഷ്മി പിന്നീട് നിരവധി പരമ്പരകളിലൂടെയും പരസ്യചിത്രങ്ങളിലൂടെയും വേറിട്ട കഥാപാത്രങ്ങൾ പ്രേക്ഷകർക്ക് വേണ്ടി നൽകി. 20ഓളം ചിത്രങ്ങളിൽ വേറിട്ട വേഷങ്ങൾ അഭിനയിച്ച സുരഭിലക്ഷ്മി താൻ ആദ്യമായി നായികയായി എത്തിയ മിന്നാമിനുങ്ങ് എന്ന ചിത്രത്തിലൂടെ 2017 മികച്ച നടിക്കുള്ള ദേശീയ പുരസ്കാരം സ്വന്തമാക്കി. ഒരിക്കൽ സുരഭി പറഞ്ഞിട്ടുണ്ട്, തന്റെ വഴി കല്ലും മുള്ളും നിറഞ്ഞതാണ്, ഇപ്പോഴും അതിന് മാറ്റമൊന്നുമില്ല, പക്ഷേ തന്റെ കാലുകൾ ബലമുള്ളതാണ്. അങ്ങനെ സാധാരണക്കാരിയായ പാത്തുവിൽ തുടങ്ങി മിന്നാമിനുങ്ങിലെ അമ്മയായി എത്തി ദേശീയ പുരസ്കാരം സ്വന്തമാക്കിയ സുരഭി പിന്നീട് നിരവധി വേഷങ്ങൾ മലയാള സിനിമയ്ക്ക് നൽകി. കുമാരിയിലെ മുത്തമ്മയായി വന്ന് നമ്മളെ ഞെട്ടിച്ച സുരഭിലക്ഷ്മി അജയന്റെ രണ്ടാം മോഷണം എന്ന ചിത്രത്തിലെ മാണിക്യമായി എത്തി വീണ്ടും മികച്ച അഭിനയം കാഴ്ചവെച്ചിരിക്കുകയാണ്. ഇനിയും ഒരുപാട് നല്ല നല്ല വേഷങ്ങൾ സുരഭിലക്ഷ്മി തേടിയെത്തട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.